പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 21 അധ്യായം 31 വാക്യം. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. ഒരു യുദ്ധത്തിന് രാജാവ് പുറപ്പെടുമ്പോൾ തൻ്റെ കുതിരകളെയും രഥങ്ങളെയും ഒക്കെ താൻ ഒരുക്കി വെക്കും. യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പേ, ഒത്തിരി നാളുകൾക്ക് മുമ്പേ തങ്ങളുടെ കുതിരകളെ അഭ്യസിപ്പിച്ച് തങ്ങളുടെ രഥങ്ങളെ ഒരുക്കി വെച്ച് യുദ്ധത്തിന് വേണ്ടിയ എല്ലാ കാര്യങ്ങളെയും ആ രാജാവ് അറേഞ്ച് ചെയ്യും. എന്നിട്ടാണ് യുദ്ധക്കളത്തിൽ പോകുന്നത്. എന്നാൽ എത്ര യുദ്ധമുണ്ടെങ്കിലും, എത്ര വലിയ പോരാട്ടമുണ്ടെങ്കിലും ഒരു കുതിരകൾക്കോ ഒരു രഥത്തിനോ ഒരു പടയാളിക്കോ ജയം തരാൻ പറ്റത്തില്ലെന്നാണ് സദൃശ്യവാക്യത്തിലൂടെ നാം വായിക്കുന്നത്. ജയം ലഭിക്കണോ? ജയം കർത്താവിൻ്റെ കരത്തിലാണ്. ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിൽ ജയം ഇരിക്കുന്നത് കർത്താവിൻ്റെ കരത്തിലാണ്. കർത്താവ് ജയം തരാതെ, കർത്താവ് നമ്മെ ജയത്തോടെ നടത്താതെ നമുക്ക് ജയം നേടാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല. സൈന്യം എത്ര കൂടിയെങ്കിലും, സൈന്യത്തിൻ്റെ ബലം എത്ര വർദ്ധിച്ചാലും ജയം അവിടെ കിട്ടത്തില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. എത്ര വലിയ സൈന്യമുണ്ടെങ്കിലും, എത്ര വലിയ രഥമുണ്ടെങ്കിലും അതിനെ തോൽപ്പിക്കണമെങ്കിൽ, അതിൻ്റെ മേൽ ജയം നേടണമെങ്കിൽ യഹോവയുടെ കരം വേണം. കർത്താവിൻ്റെ കരം എവിടെയുണ്ടോ ഒരു രഥത്തിനെക്കാട്ടിലും ഒരു സൈന്യത്തെക്കാട്ടിലും അധികമായി നമുക്ക് ജയം ഹല്ലേലൂയ ജീവിതത്തിൽ ലഭിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അതാ. നമുക്ക് ഇപ്രകാരം നമുക്കറിയാം. ഹല്ലേലൂയ. നാം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് ഹല്ലേലൂയ നാം വായിച്ചിട്ടുണ്ട്. അവിടെ ഹല്ലേലൂയ ദാവീദ് രാജാവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്: യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ജീവിതത്തിൽ പോരാട്ടമുള്ളപ്പോൾ, പ്രതിസന്ധിയുള്ളപ്പോൾ ദാവീദ് രാജാവ് പറയുന്നു, അനേകർ ഹല്ലേലൂയ ബലം ഹല്ലേലൂയ തങ്ങളുടെ ശക്തികളിൽ, ഹല്ലേലൂയ തങ്ങളുടെ സൈന്യത്തിൽ, തങ്ങളുടെ കയ്യിലുള്ള ആയുധത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തിലും തങ്ങളുടെ ആശ്രയം യഹോവയിലത്രേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും നമുക്ക് ജയം തരുവാൻ ദൈവത്തിന് സാധിക്കും. ദാവീദ് രാജാവ് ശത്രുവിനെ എതിരിട്ടത് വെറും കല്ലുകൊണ്ടാണ്. 5 കല്ല് ഒരു കവണയിൽ എടുത്തുകൊണ്ട് താൻ ഗോലിയാത്തിനെ നേരിട്ടു. താൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം യഹോവയുടെ നാമമാണ്. യഹോവയുടെ നാമം അത് ബലമുള്ള ഗോപുരമാണ്. ഇന്ന് പകൽക്കാലവും എത്ര വലിയ സൈന്യമാണോ, എത്ര വലിയ ഹല്ലേലൂയ ശത്രുവിൻ്റെ കോട്ടയാണോ, നമുക്ക് ജയം തരാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ ആയുധങ്ങൾ ജഡീകമായ ആയുധങ്ങളല്ല, നമ്മുടെ ആയുധം ആത്മീക ആയുധമത്രേ, ആത്മാവിൻ്റെ ആയുധമത്രേ. സെരുബ്ബാബേലിനോട് ദൈവം അതുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: സൈന്യത്താലല്ല ശക്തിയാലേ അല്ല, എൻ്റെ ആത്മാവിനാലത്രേ. സൈന്യത്താലോ ശക്തിയാലോ ജയിക്കാൻ പറ്റാത്തത് ആത്മശക്തിയാൽ നമുക്ക് ജയിക്കാൻ പറ്റും. ദാവീദ് രാജാവ് യഹോവയുടെ നാമത്തെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. 20 സങ്കീർത്തനത്തിൽ പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട്. 2, കർത്താവിൻ്റെ ആത്മാവിനാൽ നമുക്ക് ജയമുണ്ട്. സെരുബ്ബാബേലിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സൈന്യം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. അതുകൊണ്ടാണ് നോക്ക്, ഹല്ലേലൂയ വലിയ കുതിരകളെ കെട്ടിയ ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പാകെ ഒരു ഹല്ലേലൂയ കർത്തൃദാസൻ ഓടി ഒന്നാമത് എത്തി. യെരൂശലേം എത്തുവോളം ഏലിയാവ് അരമുറുക്കി അവന് മുമ്പാകെ ഓടി. എന്താ ബലം? എവിടുന്നാ ബലം? അത് ആത്മാവിൻ്റെ ബലം അത്രേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് ഒരു ശത്രുവിനെയും ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെ ഹല്ലേലൂയ ജയിക്കുന്ന, അവരുടെ മുമ്പാകെ എത്തുന്ന ഒരു ബലം നമുക്കുണ്ട്. ചിലർ സൈന്യങ്ങളിലും ചിലർ കുതിരകളിലും ചിലർ തങ്ങളുടെ സമ്പത്തിലും തങ്ങളുടെ ഉള്ള എല്ലാ ആരോഗ്യത്തിലും ആശ്രയിക്കുമ്പോൾ
നമുക്ക് ആശ്രയിപ്പാനുള്ളത് കർത്താവിൻ്റെ നാമത്തിലത്രേ. ഇവിടെ നാം വായിച്ചതുപോലെ ഹല്ലേലൂയ നമുക്ക് ജയിക്കാൻ സാധിക്കും. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നെങ്കിൽ ജയം കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് നമുക്ക് ജയമുള്ളത്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, കർത്താവ് യുദ്ധം ജയിക്കുന്നത് കുന്തം കൊണ്ടോ വാളുകൊണ്ടോ ശക്തി കൊണ്ടോ അല്ല. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ വലിയവനായ ദൈവമാണ്. അവൻ്റെ വാക്കിനകത്ത് ശക്തിയുണ്ട്, അവൻ്റെ സാന്നിധ്യത്തിൽ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുമ്പാകെ സൈന്യത്തെ ദൈവം ഹല്ലേലൂയ ശത്രുവിൻ്റെ സൈന്യത്തെ ദൈവം ഇല്ലായ്മ ചെയ്യും. ഹല്ലേലൂയ, ദാവീദ് രാജാവിൻ്റെ മറ്റൊരു യുദ്ധം നമുക്കറിയാം. ബാൽപെരാസിമിൽ വെച്ച് ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രത്തിലൂടെ അണിയണിയായി സൈന്യം ഇറങ്ങി. ബാക്കയുടെ വൃക്ഷത്തിൻ്റെ ഇലകൾക്കിടയിലൂടെയാണ് ആ ശബ്ദം കേട്ടത്. ശത്രുവിനെ ദൈവം ചിതറിച്ചു. ശത്രുവിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ദൈവം ദാവീദ് രാജാവിന് വലിയ ജയം കൊടുത്തു. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, വില്ലുകൊണ്ടോ വാളുകൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ ഹല്ലേലൂയ രക്ഷിക്കാതെ ദൈവമായ യഹോവ അവരെ രക്ഷിക്കും. യഹോവ തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കും. ദാവീദ് രാജാവിനെ ശത്രുവിന് മുമ്പാകെ ഇടിമുഴക്കി രക്ഷിച്ചു. ശത്രുവിന് മുമ്പാകെ ദൈവം അവർക്ക് ജയം കൊടുത്തു. ഹല്ലേലൂയ, യോശുവയുടെ യുദ്ധങ്ങൾ യോശുവ ജയിച്ചത് ആരാധിച്ച് ജയിച്ചതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്ക് ജയം കിട്ടുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. ദൈവത്തിൻ്റെ നാമത്തിൽ ജയം, കർത്താവിൻ്റെ നാമത്തിൽ ജയം, കർത്താവിൻ്റെ ആത്മാവിനാൽ ജയം, കർത്താവിനോടുള്ള ആരാധനയിൽ നമുക്ക് ജയം ലഭിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.